ഗായ്സ് വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ളോഗ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് അത്ര സക്സസ് ആയില്ല. കുറെ മുമ്പ് 2019-20 ടൈമിൽ കോവിഡ് ഉള്ള സമയത്ത് നമ്മളൊന്നൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാറിൽ ഇപ്പം മൊബൈൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒരു മൊബൈൽ ഓൾറെഡി ഉണ്ട്. ഊബറിന്റെ ഫോൺ യൂസ് ചെയ്യണോണ്ട്. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകണമല്ലോ. ദുബായിൽ ഊബറാണ് ഓടിക്കൊണ്ട് നിൽക്കണോണ്ട് ഓരോ ദിവസവും പല സ്ഥലങ്ങളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതൊക്കെ യൂട്യൂബ് വഴി അത്ര ആളുകളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇതിൽ ഒരു മെമ്മറീസ് പോലെ ഇതിൽ സൂക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മാക്സിമം ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വണ്ടി മെഴ്സിഡീസ് EQV മോഡലാണ്. ഇപ്പം നല്ലൊരു ലൊക്കേഷൻ നോക്കി ഞാൻ വന്നതാണ്. കാരണം ഇതാണ് മൊബൈൽ. ഊബർ ഉണ്ട്, പല 3-4 ആപ്ലിക്കേഷൻ ഉണ്ട്. ഊബർ ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ബോൾട്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനാണ്. ഞങ്ങൾ അടുത്തുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒക്കെ പോലീസ് കണ്ടപ്പോൾ ഫൈനാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഗൈസ് നമുക്കൊരു സ്റ്റേഡിയം ഉണ്ട്. നമ്മുടെ നാളെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ടല്ലോ, സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ പോവാം. നാളെ മാച്ചാണ്. മാച്ചിന് നമുക്ക് ടിക്കറ്റൊന്നുമില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നാളെ ലീവ് എടുത്ത് മാച്ച് കാണാൻ പോവായിരുന്നു. നല്ല വെയിലായിരുന്നു പുറത്ത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷൻ ഇട്ട് വെറുതെ ജസ്റ്റ് പുറത്തിറങ്ങാം നമുക്ക്. ഇവിടെ അത്യാവശ്യം നല്ല വൈബർ ഏരിയ ആണ്. നല്ല മരങ്ങളൊക്കെ ഉള്ള ദുബായിൽ ഈ ഒരു ഏരിയ തന്നെ മരങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ വില്ലകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഫുള്ള് റഷാണ്. നമുക്കൊരു മൊബൈൽ ഫിക്സ് ചെയ്യാനുള്ളൊരു മൗണ്ട് വേണം ഗൈസ്. മൗണ്ട് നാളെ മേടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ IRL എന്ന് പറഞ്ഞാൽ ഇൻ റിയൽ ലൈഫ് നമുക്ക് സ്ട്രീമൊക്കെ ചെയ്യണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്ട്രീമൊക്കെ ചെയ്ത് പോകണം. ഇപ്പോൾ സ്ട്രീം IRL ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്ളോഗ് ചെയ്ത് അങ്ങനെ പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മളെ മല്ലു ട്രാവലർ അങ്ങനെ അവരൊക്കെ ചെയ്തിരുന്ന പോലെ ആ ഒരു സ്റ്റൈലിൽ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കിങ്ങനെ പോണ വഴിയിൽ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ എന്തെങ്കിലും നോക്കാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പോകുന്ന വഴിയിലെ ചില യാത്രകൾ കണ്ടു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ദുബായിലൊക്കെ ഇനിയൊന്നും വ്ളോഗ് ചെയ്യാനൊന്നുമില്ല. പ്രത്യേകിച്ച് ദുബായൊക്കെ എല്ലാവർക്കും ഇപ്പം കണ്ടു കഴിഞ്ഞു ആളുകളൊക്കെ. പിന്നെ 2019-20 സമയങ്ങളിൽ ഞാൻ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കുറച്ച് മുമ്പ്. പിന്നെ കോപ്പിറൈറ്റും കാര്യങ്ങളും വന്നതിൽ പാട്ടൊക്കെ വെച്ചിങ്ങാണ്ട് നല്ല ബോറാക്കി. പിന്നെ ഞാനത് അതിന്റെ ഇൻട്രസ്റ്റ് പോയി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ 1-2 വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ജസ്റ്റ് അറ്റംപ്റ്റ് പ്ലാൻ ചെറുതായിട്ട് മാറി. നമുക്ക് ഊബറിൽ ചെറിയൊരു ബുക്കിംഗ് അടിച്ച് നമുക്കത് ഏത് ലൊക്കേഷനിലാണ് നോക്കാം. സ്റ്റേഡിയം അവിടെ കാണുന്നുണ്ടല്ലോ, അവിടെയാണ് നാളെ സ്റ്റേഡിയം. നാളെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എവിടേക്കാണ് ആ കസ്റ്റമർ ബുക്ക് ചെയ്തത്. ആ ലൊക്കേഷനിൽ നമുക്ക് ഈ ബിൽഡിങ്ങിൽ നിന്നാണ് നമുക്ക് ബുക്കിംഗ് ആൾ വരാൾ. പക്ഷെ ഇത് തുറക്കുന്നില്ലല്ലോ. തുറക്കാതെ എങ്ങനെ ആളെ പിക്ക് ചെയ്യും? വലിയൊരു അടിയായല്ലോ അപ്പം. ഇത് വന്നിട്ടേ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. അതായത് ഗേറ്റിൻ്റെ പുറത്ത് ഗേറ്റ് തുറക്കില്ല, പക്ഷെ കസ്റ്റമർ അവിടെയാണ് ഗൈസ് സ്റ്റേഡിയം കാണുന്നില്ലേ. ഇതാണ് ഇവിടെ നാളെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന സ്റ്റേഡിയം. ഓക്കെ, നാളെ നല്ല മാച്ചായിരിക്കും. നല്ല ട്രാഫിക്കും ആവും ഇവിടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നാണ് ആളെ പിക്ക് ചെയ്യാനുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഗേറ്റ് തുറക്കുന്നില്ല. ഇവിടെ അവിടെ എന്തെങ്കിലും മെഷീനിൽ എന്തെങ്കിലും പ്രസ് ചെയ്യാനുണ്ടാവും. ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒക്കെ ഒരു ടാസ്ക് ആണ്. ബെല്ലടിക്കേണ്ടി വരും. എന്താ കിട്ടാത്തത്? അത് ആക്സസ് കാർഡ് ഉള്ളവർക്ക് മാത്രം പറ്റും. ഓക്കെ, തുറന്നല്ലോ. മതി. ഓക്കെ ഗായ്സ്, ഓക്കെ. എന്താ പേരെന്താ? മാർക്കസ്. ഓക്കെ, മാർക്കസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, sir. Thank you for riding with me. No problem, bro. Hope to see you. Thank you. Good luck tomorrow with the cricket. Yeah, see you tomorrow. Yeah. Okay. Nice. ഇതാണ് നമ്മളെ കൂടെ വന്ന ആള്. റൈഡിന്റെ സമയത്ത് വല്ലാണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇവിടുന്ന്
ഇത് ദുബായ് മറീനയിലാണ് നമുക്കിപ്പോൾ ബുക്കിംഗ് കിട്ടിയത്. ഇനി ഇവിടെ കുറച്ച് നേരം നിന്ന് നോക്കാം. ഏതായാലും ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കോസ്. ഓക്കെ, 5 സ്റ്റാർ. ഓക്കെ, നമുക്ക് കാണാം. ഇത്ര കാണിക്കുന്നില്ല. 200 പോയിൻ്റാണ് കറൻലി ഉള്ളത്. നമുക്ക് കറങ്ങട്ടെ. 92 ദിർഹംസ് ഇന്ത്യൻ മണി അറൗണ്ട് 2000 നമ്മൾ സമ്പാദിച്ചു ഗൈസ്. പിന്നെ നമ്മളല്ല കമ്പനി, എൻ്റെ കമ്പനി. പിന്നെ എന്തായാലും നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് വല്ല ബുക്കിംഗ് ഇവിടെ കുറച്ച് ക്രൗഡൊക്കെ കാണുന്നുണ്ട്. അടുത്ത ബുക്കിംഗ് ഇവിടെ നിന്ന് അടിക്കുകയാണെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. ഓക്കെ, ഇതിപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാനേതായാലും ഇനിയിപ്പോൾ നാളെ മൊബൈൽ മൗണ്ട് മേടിച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് മൊബൈലിവിടെ മൗണ്ട് ചെയ്യാം ക്ലാസ്സിൽ. അങ്ങനെ ആകുമ്പോൾ നല്ല കാര്യങ്ങൾ കുറച്ച് പോകുന്ന റൈഡും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ഫുള്ള് സീന് ഗൈസ്. നമുക്ക് അടുത്ത ബുക്കിംഗ് അടിച്ചിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഏതോ അടുത്തൊരു BMW ഒരാൾ അടുത്തൊരു വണ്ടി. ഓക്കെ, ഇതിന് ഫുള്ള് വ്യൂ നമുക്ക് നല്ല ഇത് കിട്ടും. ഏതായാലും ഇവിടെ നമുക്ക് അടുത്ത ബുക്കിംഗ് അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലൊക്കേഷനിലൊക്കെ പോയാലേ അടുത്ത ബുക്കിംഗ് ഒന്ന് ശനിയാഴ്ച അല്ലേ. ശനിയാഴ്ച ആയതുകൊണ്ട് ബുക്കിംഗ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ കസ്റ്റമർ എവിടെ നോക്കാം. ഓക്കെ, കുറച്ച് നല്ല ടീമുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒന്നും ആവും മിക്കവാറും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ദുബായ് മറീനന്റെ നല്ലൊരു ഭാഗം കാണുന്നുണ്ട് ഇവിടെ. നമുക്ക് നാളൊക്കെ ഒഴിവിട്ടുന്ന സമയങ്ങളിൽ അവിടെയൊക്കെ പോകാം ഗൈസ്. ഓക്കെ, ബസം സയ്യിദ് ആണ് ആളെ പേര് കാണിക്കുന്നത്. ഇപ്പൊ കരീം റൈഡ് ഇപ്പം ഊബറും കരീമും ദുബായിൽ ഇപ്പോൾ ഒന്നായിരുന്നു. ആദ്യം കരീം എന്ന് പറഞ്ഞാൽ വേറെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇത് ഒന്നായതുകൊണ്ട് അതിൽ നിന്നുള്ള റൈഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, എന്തായാലും ആള് വന്നാലേ ഇനിയിപ്പം ഇത് ഈ റൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത റൈഡിന് വേണ്ടി നമുക്ക് വേറെ ലൊക്കേഷനിൽ പോകാം. ഓക്കെ, നമ്മൾ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് 0 അറൈവ്ഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 0 ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ജസ്റ്റ് വെയിറ്റ്. ആളിങ്ങനെ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. അങ്ങനെ ഈ ബുക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ ചെറിയൊരു പ്രോസസ്സിങ് ഉണ്ട്. നമ്മുടെ ഫോട്ടോ വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത ബുക്കിംഗ് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ പ്ലാനിങ് നമ്മൾ കുറച്ച് ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് ചെറുതായിട്ട് പ്ലാനിങ് ഒന്ന് മാറി. എന്നാലും അതിപ്പോൾ നമ്മൾ പാം ജുമേറിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ബുക്കിങ്ങും കംപ്ലീറ്റ് ചെയ്ത്. ഇവിടെ സീനാണ്, കാരണം ചെടിച്ചട്ടിയിൽ വരെ ക്യാമറ വെക്കുന്ന ഒരു സ്ഥലമാണിത്, പാം ജുമേറ. ഇവിടെ നമുക്ക് ഇവിടുന്ന് വേഗം ബുക്കിംഗ് അടിക്കും. അടുത്ത ബുക്കിംഗ് നമുക്ക് നോക്കാം. ഇതൊക്കെ നല്ല ഡെയിലി പോകുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഒരു പള്ളി മരിപ്പ് സമയമായി. ഇപ്പം നമ്മൾ പള്ളിയിൽ പോവാം. ഇന്നിപ്പോൾ കുറേ ട്രാഫിക് പെട്ടുപോയി. നമ്മൾ രണ്ടാമത്തെ ബുക്കിംഗ് കിട്ടിയപ്പോൾ നല്ല ട്രാഫിക്കിൽ പെട്ടുപോയി. അതാണ് ഒന്നാമത് നമ്മൾ ആ ഒരു പ്ലാനൊക്കെ തെറ്റിപ്പോയി. ഇതാണ് പള്ളി. ഞങ്ങൾ മരിപ്പിനും എല്ലാ സമയത്തും ഇവിടെ അത്യാവശ്യം ടാക്സി പിന്നെ ലെമോസിൻ വണ്ടികളൊക്കെ ഇവിടെ അത്യാവശ്യം. ഇപ്പം ഈ മറീന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. ഒരു വണ്ടി കുറച്ച് സമയം നിർത്തിയിടണമെങ്കിൽ തന്നെ ഒരു 10 റംസ് ആ റേഞ്ചിൽ പാർക്കിംഗ് തന്നെ കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പള്ളിയിൽ റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അല്ല, പള്ളിയിൽ റെസ്റ്റ് ചെയ്യല്ല, പള്ളിയിൽ വരും ചെയ്യാം. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബുർജല്ലർവ് കാണാം കൈസ്. ഇവിടെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം മറീന ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇപ്പം ബുക്കിംഗ് കിട്ടിയത്. ഇതിൻ്റെ ഇവിടെ ഒരു നല്ലൊരു കഫ്തീരിയൊക്കെ നല്ലൊരു ഇതുണ്ട്. അതൊന്നും അവിടെ പോയി ഒരു ചായ കുടിച്ച് വരാം. കടികൾ ഒരുപാട്. ഞാനൊരു ബ്രെഡായി നല്ല സ്പെഷ്യൽ സാധനം കൊടുത്ത ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കന് ഇതാണ്. ചായ റെഡിയാ ബൈ. രാത്രിയായി ഗായ്സ്. അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ റൈഡുകൾ കിട്ടണതൊക്കെ നമ്മൾ പ്രോപ്പർ ഓരോ ലൊക്കേഷനിൽ എത്തുന്നതൊക്കെ നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ടാർഗറ്റ്. പക്ഷെ ഇന്ന് നാളെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് ട്രാഫിക് പെട്ട് പിന്നെ അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഏതായാലും നാളെ മുതൽ നമ്മൾ എന്തായാലും ഫുള്ള് പ്രിപ്പയർ ആയിട്ടാവും കാര്യങ്ങളൊക്കെ. ചാനൽ മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എപ്പോൾ ഇത് ഭയങ്കര ബോറിംഗ് ആണ് ഈ സബ്സ്ക്രൈബ് ചെയ്യൽ പറയലൊക്കെ. എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഒന്നും കൂടി പ്രിപ്പയർ ആവാം മാക്സിമം.
എനിവേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു റൈഡ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ലോങ്ങിൽ ആയിപ്പോയി. ഇത് ദുബായിൽ നിന്ന് ഒരുപാട് അങ്ങ് വിട്ട് ദുബായ് സൗത്ത് ഏരിയയിലാണ്. ഇതിപ്പം തിരിച്ച് റൂമിൽ എത്തണം ഇനിയിപ്പോൾ. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യമുള്ളൂ. ഗൈസ്, എന്താ സംഭവിച്ചാൽ നമ്മൾ 12 ബുക്കിംഗ് ഊബർ എടുത്ത് അതിന് ശേഷം പിന്നെ ഒരു ബുക്കിംഗ് കുറച്ച് ലോങ് റൈഡാണ് കിട്ടി. ഇവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് എത്തിപ്പെട്ട് കണ്ടാ, ഒരു പെട്രോൾ പമ്പും ഉണ്ട്, ഒരു മെക്ഡൊണാൾഡ് ഉണ്ട്, അല്ല വേറെ ഒന്നുമില്ല. ഇതിന്റെ അടുത്തൊന്നും വേറെ ഒന്നുമില്ല. വേറെ ഈ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചാൽ വിശക്കുണ്ടെങ്കിൽ ആ ഒരു മെക്ഡൊണാൾഡ് കഴിക്കില്ലാതെ വേറെ ഒരു വഴിയില്ല. ബർഗർ വാങ്ങി കഴിക്കാം. അപ്പം ഞാനൊരു വെള്ളം വാങ്ങി. ഇപ്പം ഇതേപോലത്തെ ഓരോ മൂമെന്റ്സ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാനോ വിചാരിച്ചു. പക്ഷെ എന്തായാലും ഇന്നിപ്പം നാളെ ഞായറാഴ്ച അല്ലേ, പിന്നെ നാളെ ഞായറാഴ്ച അതുകൊണ്ട് ഇന്ന് നല്ല ട്രാഫിക്കാണ്, വീട് കുടുങ്ങിപ്പോയി. പിന്നെ വിചാരിച്ച പോലെ നമുക്ക് കണ്ടന്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല വെറൈറ്റി സാധനങ്ങളാണ് പിടിക്കാം. മൊബൈൽ എന്തായാലും മൗണ്ട് ചെയ്തൊക്കെ വണ്ടിയിൽ. പിന്നെ ഒരുപാട് പോണ ഓരോ വഴികളും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യുക. അതാണ് മെയിനായിട്ട് എൻ്റെ ടാർഗറ്റ്. എന്തായാലും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം എല്ലാവരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നു. എൻ്റെ ഡ്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ നമ്മൾ ഓരോ ആൾക്കാർ കസ്റ്റമർ ബുക്ക് ചെയ്യും ഓരോ ലൊക്കേഷനിൽ. ചിലപ്പം അബുദാബി ആവും, ചിലപ്പോൾ ദുബായ് ആവും, എവിടേക്കെങ്കിലും നമ്മളെ ഈ കസ്റ്റമേഴ്സ് കൊണ്ടുപോയിടും. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വഴിക്ക് നമ്മളിങ്ങനെ തിരും. ഇതാണ് ഇതിൻ്റെ ഒരു രസം. അതാണ് നമ്മൾ ഈ ജോലി തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഇത് ഭയങ്കര രസമാണ്. നമുക്കത് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോവാം, പുതിയ പുതിയ ആൾക്കാരായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ എത്തിപ്പെട്ട സ്ഥലം കണ്ടില്ലേ. ഓക്കെ, ഇതിപ്പം വേണമെങ്കിൽ വീഡിയോ നല്ല എഡിറ്റിങ്ങും നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സാധനങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ മുമ്പ് ഞാനിതുപോലെ ചെയ്ത് ഓരോ പാട്ട് വെച്ച് സ്ട്രൈക്ക് കിട്ടി, കോപ്പി റൈറ്റ് ആയിട്ടുള്ളത് കാര്യമില്ലാതെ പോയി. എന്തായാലും ഇനി ഞാൻ പോകണ ഓരോ വഴിയിലോട്ട് എല്ലാം ക്യാമറ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നല്ല എത്ര 2-3-4 സബ്സ്ക്രൈബേഴ്സോ കാണാൻ ആളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി നമ്മൾ കണ്ടന്റ് ചെയ്യണം. അതാണ്. അല്ലാതെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും അതിന് വേണ്ട. കിട്ടിയാൽ അൽഹംദുലില്ലാ, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ 2-3 ആളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് നമ്മൾ ഇറങ്ങി സമയം തന്നെ ഒരുപാട് ലേറ്റായിട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങുമ്പം ആ വെളിച്ചത്തിൽ നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ ട്രാഫിക്കിലാണെങ്കിൽ പോലും ഒരുപാട് കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ പിടിച്ച് വണ്ടി ഓടിക്കുമെന്നല്ല, അങ്ങനെ ഇതാക്കല്ലോ. കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ പോലും വണ്ടി ഓടിക്കാം. എൻ്റെ വണ്ടിയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയാണിത്. നമുക്ക് ബ്രേക്കിംഗ് ആയാലും ഈ ലൈനൊക്കെ വണ്ടി തന്നെ സ്വയം ലൈന് കീപ്പ് ചെയ്യും. പിന്നെ വേറെ വണ്ടി മുന്നിൽ വരികയാണെങ്കിൽ വണ്ടി തന്നെ സ്വയം ബ്രേക്ക് ചെയ്യും, നമ്മൾ മറന്നാലും. പക്ഷെ അത് നമ്മൾ ബ്രേക്ക് ചെയ്യാക്കല്ല. അത്രയും ഫെസിലിറ്റീസ് ഉള്ള ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് വേറെ വണ്ടി സൈഡിൽ നിന്ന് എന്ത് പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ വണ്ടി തന്നെ സ്വയം വണ്ടി ഹാൻഡിലാക്കും ഇങ്ങോട്ടൊക്കെ. അങ്ങനത്തെ കുറേ അതൊക്കെ കീപ്പ് ലൈൻ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കൈ മൊബൈലൊക്കെ പിടിക്കണൊക്കെ. ഇനി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യും ഞാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മളൊരു ഹൈവേയിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ വഴി ഇങ്ങനെ ഇത് ലെഫ്റ്റിലോട്ട് ഈ റൗണ്ട് അബൌട്ട് ലെഫ്റ്റ് എടുത്ത് പോയാൽ അബുദാബി, റൈറ്റ് എടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ദുബായ്. 120. ഓക്കെ, നമ്മൾ നിർത്താൻ പോവാണ്. കാരണം നമുക്ക് കുറച്ച് പറക്കേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് റൂമിലെത്തണം. ഓക്കെ, ഇനി ഇവിടുന്ന് കുറച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ റൺ ചെയ്താലേ എൻ്റെ റൂമെത്തി. എന്തായാലും എനിവേ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. വൈൻഡപ്പ് എന്തായാലും നമ്മൾ നിർത്താണ്. നാളെ നമ്മൾ നല്ലൊരു അടിപൊളി അതിന് വേണ്ടിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഇതിൽ വരും. ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തോന്നുന്നവർക്ക് എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്